നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കോമഡി ആയിപ്പോയ ചില മാസ സീനുകളെ പറ്റിയാണ്. ഇതൊരു പാർട്ട് 4 വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സീൻ നോക്കാം. ലൈസൻസ് എടുക്കടാ. ഓ ലൈസൻസ് എടുക്കടാ. അതല്ലേ ഇപ്പൊ തന്നത്? എപ്പ തന്നു? എന്തോ എന്താ? ഓ അങ്ങനെ. ഓ ഇപ്പൊ ഇങ്ങനെയാ സാറേ. ഇത് വക്കാലത്ത് നാരായണൻകുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടിപ്പോവും. അടുത്തത് അലിബായ് സിനിമയുടെ ഒരു സീനാണ്. നിന്നെ പോലുള്ള ഒരു ഊച്ചാളി വന്ന് വെല്ലുവിളിച്ച ആ വിളിപ്പുറത്ത് വരുന്ന ആളല്ല ഞങ്ങൾ അലിബായ്. മൂപ്പർക്ക് നീ ഒന്ന് എര പോരണം. പോണം. അടുത്തത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സൽമാൻ ഖാന്റെ കിസി കാ ഭായ് കിസി കിസി ജാൻ എന്ന സിനിമയാണ്. അടുത്തത് മൈ ബോസ് സിനിമയാണ്. മൈ ബോസ് സിനിമയ്ക്ക് ഒരു കന്നഡ റീമേക്ക് ഉണ്ട്. ഈ സിനിമയിലെ നായകൻ ആ സെയിം വ്യക്തി തന്നെയാണ്. അന്ന് ആ വീഡിയോ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിപ്പോഴും അറിയില്ല. എന്തു തന്നെയായാലും നമുക്ക് മൈ ബോസ് സിനിമയിലെ ഈ ഒരു സീൻ ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നോക്കാം. ಬಾಳಲ್ಲಿ ಟಡಡಾಂಗ್ ಚಿನ್ನ ಬಾಳಲ್ಲಿ ಈ ರಾತ್ರಿ ಬರದು ಇನ್ನೆಂದು ಕನಸೆಲ್ಲ ನನಸಾಗಿದೆ. ಏನ್ ಮಾಡೋದೀಗ? ಬನ್ನಿ ಬನ್ನಿ ಮೆಲ್ಲಿಗೆ ನೋಡಿ ನೋಡಿ ಬೆಳಗೊರೆ ಹುಷಾರು. ಆಫೀಸಲ್ಲಿ ಬಿಲ್ಡಪ್ ಕೊಟ್ಟಂಗಲ್ಲ, ಇದು ಹಳ್ಳಿ. അടുത്തത് വീട്ടിൽ പോയി അച്ഛനെ കാണുന്ന ഒരു സീനാണ്. ഇതിലാരെ ആരോട് അച്ഛനാണെന്നുള്ളത് ഒരു ഡൗട്ട് തോന്നിയേക്കാം. പക്ഷെ ഇദ്ദേഹം തന്നെയാണ് അച്ഛൻ. ಹೋದ್ಮೇಲೆ ನಿಂತೋಯ್ತಪ್ಪ. ನೀ ಅಲ್ಲಿಗೆ ಹೋದ್ಮೇಲೆ ಮಳೆನೂ ಆಗಲ್ಲ ಬೆಳೆನೂ ಬೆಳೆಯಲ್ಲ ಅಂತ ಗೊತ್ತು. ಸರಿ ಬರ್ತೇನೆ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഇവര് രണ്ടുപേരും സെയിം ഏജ് ആയിരുന്നു. അടുത്തത് ഈ ഒരു സീനാണ്. മലയാളത്തിന്റെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടാണ് ഈ സീൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ റീമേക്കിലേക്ക് വന്നപ്പോൾ ലാബ് തിന്നുന്ന പോലെയാണ് തോന്നുന്നത്. ഈ സീൻ കണ്ട പിന്നെ 2 ദിവസമാണ് ഞാൻ പട്ടിണി കിടന്നത്. ഇനി നമുക്ക് മറ്റൊരു സീൻ നോക്കാം. ಏನ್ ಮಾಡ್ತೀರಾ? ಅಡ್ರೆ ಅಡ್ರೆ. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ കണ്ടില്ല. അപ്പോഴേക്കും ഫോൺ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അടുത്തത് രാജമാണിക്യ സിനിമയാണ്. ഈ സിനിമയ്ക്കും ഒരു റീമേക്ക് ഉണ്ട്. ഈ അപ്പാപ്പനാണ് ഈ സിനിമയിലേക്ക് ഹീറോ. അപ്പോൾ നമുക്ക് ഈ ഒരു സീൻ നോക്കാം. ദാസപ്പ
ഇതുപോലെ ഈ അപ്പാപ്പന് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലുമുണ്ട്. അടുത്തത് ഈ ഒരു സീനാണ്. പ്ലീസ്, എന്താ സാർ പ്രശ്നം? എന്താണ് ഇദ്ദേഹത്തിന് എതിരുള്ള പരാതി? ഇതൊക്കെ പറയാൻ നീ ആരാ? ഇദ്ദേഹത്തിന്റെ മാനേജർ. കള്ളനും കൊള്ളക്കാരന്മാർക്കൊക്കെ മാനേജർമാർ. മൈൻഡ് യുവർ വേർഡ്. ഇവിടെ ഇംഗ്ലീഷ് പറഞ്ഞത് കൊണ്ടാണ് മമ്മൂക്ക ഈ ഒരു ഡയലോഗ് പറയുന്നത്. എന്തൊരു സാറിനോട് ഇംഗ്ലീഷ് പറയും, സാറിന് പിടികിട്ടിയില്ല. അത്രയല്ലോ. പക്ഷെ ഇവിടെ ഇവൻ ഇംഗ്ലീഷേ പറഞ്ഞിട്ടില്ല, എന്നിട്ടും ഈ ഒരു ഡയലോഗ്. ಇನ್ಸ್ಪೆಕ್ಟರ್ ಏನ್ ಮಾತಾಡ್ತಿದ್ದೀರ ಅನ್ನೋದನ್ನ ತಿಳ್ಕೊಂಡು ಮಾತಾಡಿ. ಇಂಗ್ಲಿಷ್ನಾಗ ಹೇಳ್ದ ಅದು ನಿಮಗೆ ತಿಳಿಲಿಲ್ಲ ಅಂತ ಕಾಣ್ತೈತೆ. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഞാൻ കണ്ടിരുന്നു. ക്ലൈമാക്സ് മാത്രമാണ് കണ്ടത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു. രാജമാണിക്യം സിനിമയിൽ രാജമാണിക്യം എന്ന ക്യാരക്ടറിന്റെ ഒരു കണ്ണ് നാട്ടുകാരാണ് കളഞ്ഞത്. പക്ഷെ റീമേക്കിലേക്ക് വന്നപ്പോൾ അത് വില്ലനായിരുന്നു. ഇത് മനസ്സിലാക്കിയ അപ്പാപ്പൻ റിവെഞ്ച് എന്ന രീതിയിൽ തിരിച്ചും കണ്ണടിച്ച് പൊട്ടിച്ചു. ನಿಂದೊಂದು ಕಣ್ಣು ನನಗ್ ಬೇಕಲೇ, ನಿಂದೊಂದು ಕಣ್ಣು ನನಗ್ ಬೇಕಲೇ. അടുത്തത് മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു സീനാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ വിഷം ചേർത്തിട്ടുള്ള ചായ തട്ടുകൾ എന്നൊരു സീനുണ്ട്. മലയാളത്തിൽ നോർമലായ രീതിയിൽ സിമ്പിളായാണ് ഈ സീൻ എടുത്തിരിക്കുന്നത്. ഹിന്ദി റീമേക്കിലേക്ക് വരുമ്പോൾ അക്ഷയ് കുമാർ ചാടി വരുന്നു. ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടിയാൽ മിനിമം കാലെങ്കിലും മുറിക്കേണ്ടതാണ്, എങ്കിലും കുഴപ്പമില്ല. ഇതിലും വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു തമിഴ് റീമേക്ക്. അടുത്തത് ജൂനിയർ NTR ആണ്. അടുത്തത് മറ്റൊരു സീനാണ്. പിടിപ്പുകേട് വച്ച് ഓർപ്പിക്കില്ല മാധവൻ. പറഞ്ഞ വാക്ക് കേട്ട് അനുസരിക്കുമെങ്കിൽ പോയി കൊയ്തിട്ട് വേണം അവന്റെ തല. പറ്റൂടാ നിനക്കൊക്കെ? മുതലാളിക്ക് നിർബന്ധമാണെന്ന് വെച്ചാ ഈ രാത്രി പുലരുന്നതിന് മുമ്പ് അവന്റെ തലയെ വെട്ടിയെടുത്തോണ്ട് വരും. ഇനി നമുക്ക് വേറൊരു സീൻ നോക്കാം. എവിടെ അവൻ? തന്റെ ഒരു CI. ഇന്നത്തോടെ അവന്റെ ചീട്ട് ഞാൻ കീറും. അദ്ദേഹം ആളറിയാതെ ഇനി അവൻ അറിഞ്ഞോളും. അല്ല, ഇതിന് തക്കവണ്ണുള്ള അധികാരമൊക്കെ ആരാ അവന് കൊടുത്തത്? നിന്റെ അമ്മയുടെ നായര്. എന്റെ അമ്മയുടെ നായരാണെന്ന് പറഞ്ഞു കൊടുക്കണു.